രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. നിലവിളക്ക് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം. അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമെന്ന് BJP വിശേഷിപ്പിക്കുന്ന ചെങ്കോൽ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് താഴെ സ്ഥാപിച്ചു. രാവിലെ 7:30 തുടങ്ങിയ പൂജാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. പുതിയ മന്ദിരത്തിന് പുറത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പുരോഹിതർ ഹോമം നടത്തി. പൂർണ്ണ കുംഭം നൽകിയാണ് പുരോഹിതർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. തിരുവാടത്തുറ പ്രതിനിധി ചെങ്കോൽ പ്രധാനമന്ത്രിക്ക് കൈമാറി. സ്പീക്കറുടെ ഇരിപ്പിടത്തിന് മുകളിൽ ചെങ്കോൽ സ്ഥാപിച്ച പ്രധാനമന്ത്രി വിളക്ക് കൊളുത്തിയാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് അദ്ദേഹം ഇരു ചേംബറുകളും സന്ദർശിച്ചു. ശേഷം ഉദ്ഘാടന ഫലകവും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പുതിയ പാർലമെന്റ് നിർമ്മിച്ച തൊഴിലാളികളെ പ്രധാനമന്ത്രി ആദരിച്ചു. പാർലമെന്റ് ലോബിയിൽ സർവ്വമത പ്രാർത്ഥനയും നടന്നു. 2020 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2022 പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 899 ദിവസങ്ങളാണ് നിർമ്മാണത്തിനെടുത്തത്. 21 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് 4 നിലകളും 6 കവാടങ്ങളുമുണ്ട്. 1200 കോടി രൂപ ചെലവിലാണ് പാർലമെന്റ് കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. ത്രികോണാകൃതിയിലാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. രാജ്യസഭയിലും ലോക്സഭയിലുമായി 1224 MPമാരെയും ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളാനാകും. ലോക്സഭാ ചേംബറിൽ 888 ഇരിപ്പിടങ്ങളും രാജ്യസഭാ ചേംബറിൽ 384 ഇരിപ്പിടങ്ങളുമാണുള്ളത്. കലാപ ന്യൂസ്, ദില്ലി.